വിശദമായി നോക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് കേരളം വിടാനൊരുങ്ങുകയാണ്. ISL സീസണിന് മുൻപ് ഹോം ഗ്രൗണ്ടായ കലൂർ സ്റ്റേഡിയത്തിലെ പണി പൂർത്തിയാകുമോ എന്ന് ആശങ്കയുള്ളതിനാലാണ് നീക്കം. അഹമ്മദാബാദിലേക്കോ ഹൈദരാബാദിലേക്കോ മാറാനാണ് ആലോചന. കോഴിക്കോട് സ്റ്റേഡിയത്തിന് AIFF അംഗീകാരം ലഭിച്ചേക്കില്ല. മെസ്സിയുടെയും അർജന്റീന ടീമിന്റെയും വരവിനെ തുടർന്നാണ് സ്റ്റേഡിയത്തിൽ അറ്റകുറ്റപ്പണി നടത്തുന്നത്. നിതിൻ സേവർ വിവരങ്ങൾ നൽകും. നിതിൻ, കലൂർ സ്റ്റേഡിയത്തിലെ അറ്റകുറ്റപ്പണികൾ എങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ വലയ്ക്കുന്നത്? അവർ കേരളം വിടാൻ തന്നെയാണോ തീരുമാനിച്ചിട്ടുള്ളത്? ദിവ്യ, കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് ആരംഭിച്ച കാലം മുതൽ കൊച്ചി കലൂർ സ്റ്റേഡിയമാണ് ക്ലബിന്റെ ഹോം ഗ്രൗണ്ട് ആയുള്ളത്. കഴിഞ്ഞ കുറേയേറെ സീസണുകളായി, കഴിഞ്ഞ 6 വർഷമായി ഈ സ്റ്റേഡിയത്തിന്റെ മെയിൻ്റനൻസ് അടക്കം നടത്തിയിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിരുന്നു. പക്ഷേ ഇത്തവണ ഈ മെസ്സി വരുന്നു എന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ സ്പോൺസർ ഇതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് സ്റ്റേഡിയത്തിൽ വലിയ തോതിലുള്ള പണികൾ നടക്കുകയാണെന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ അറിയിച്ചിട്ടുള്ളത്. ആ ബ്ലാസ്റ്റേഴ്സിന്റെ ടണൽ താരങ്ങൾ ഗ്രൗണ്ടിലേക്ക് വരുന്ന ടണലടക്കം മുഴുവൻ പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. സീറ്റുകളടക്കം എല്ലാം എടുത്തു മാറ്റിയിട്ടുണ്ട്. പുതിയ സീറ്റുകൾ വെക്കേണ്ടതുണ്ട്. മറ്റ് അറ്റകുറ്റപ്പണികളടക്കം നിരവധി പണികൾ നടത്തേണ്ടതുണ്ട്. പക്ഷേ അത് സമയബന്ധിതമായി തീരുമോ എന്ന ആശങ്കയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത്. ഈ നവംബർ 5-ാം തീയതി നിലവിൽ 5 സ്ഥാപനങ്ങൾ ISLുമായി ബന്ധപ്പെട്ട് പുതിയ ബിഡ് സമർപ്പിച്ചിട്ടുണ്ട്. നവംബർ 5-ാം തീയതി ഈ സ്ഥാപനങ്ങളുടെ പേര് വിവരങ്ങൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പുറത്തുവിടും. അതിനുശേഷം നവംബർ 15-ഓടെ തന്നെ ISL പ്രഖ്യാപിക്കാൻ ഈ ഉയർന്ന ബിഡ് സമർപ്പിക്കുന്ന സ്ഥാപനം അല്ലെങ്കിൽ കമ്പനിക്ക് ISL നടത്താൻ അനുമതി നൽകി ISLന്റെ തീയതി അടക്കം പ്രഖ്യാപിക്കാനാണ് നിലവിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിസംബർ ആദ്യമോ അല്ലെങ്കിൽ ഡിസംബർ പകുതിയോടുകൂടി തന്നെയോ ISL ആരംഭിക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. സൂപ്പർ കപ്പുമായി ബന്ധപ്പെട്ട് ടീമുകളെല്ലാം തന്നെ നിലവിൽ സജ്ജരാണ്. വിദേശ സൈന്യങ്ങളടക്കം എല്ലാ ടീമുകളും നടത്തിയിട്ടുമുണ്ട്. അവർ പരിശീലനം നടത്തുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ISL നടത്തേണ്ടി വന്നാലും അത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അല്ലെങ്കിൽ ക്ലബ്ബുകൾക്ക് സാധിക്കും. താരങ്ങളും ടീമും എല്ലാം തന്നെ നിലവിൽ സൂപ്പർ കപ്പിന്റെ പരിശീലനത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ വന്നാൽ ഈ കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ നിലവിൽ നടത്തുന്ന നവീകരണ പ്രവർത്തനങ്ങൾ, അറ്റകുറ്റപ്പണികൾ അത് സമയബന്ധിതമായി തീരുമോ എന്ന ആശങ്ക കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട്. കഴിഞ്ഞ സീസണിൽ നടത്തിയ പ്രസ് മീറ്റിൽ ഈ സീസണിൽ ചിലപ്പോൾ 3-4 കളികൾ കോഴിക്കോട് സ്റ്റേഡിയത്തിൽ നടത്താൻ ശ്രമം കോഴിക്കോട്ടെ അല്ലെങ്കിൽ മലബാറിലെ ആരാധകർക്ക് വേണ്ടി അവിടെ നടത്താൻ ശ്രമിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കോഴിക്കോട് സ്റ്റേഡിയം വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റേഡിയമാണ്. അത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അനുമതി ആ സ്റ്റേഡിയത്തിന് ലഭിക്കില്ല എന്നാണ് ബ്ലാസ്റ്റേഴ്സ് നിലവിൽ കണക്ക് കൂട്ടുന്നത്. ഫിഫ അംഗീകാരമുള്ള ടയർ 1 ലീഗാണ് ISL. അപ്പോൾ അത്തരത്തിലൊരു ടയർ 1 ലീഗിൽ കളിക്കുമ്പോൾ അതിലേക്ക് കോഴിക്കോട് ടീമിന്റെ കോഴിക്കോട് സ്റ്റേഡിയത്തിന് അത്തരത്തിലൊരു നിലവാരം അതിനൊത്തൊരു നിലവാരം ലഭിക്കുമോ അല്ലെങ്കിൽ കോഴിക്കോട് സ്റ്റേഡിയത്തിന് അംഗീകാരം ലഭിക്കുമോ എന്ന കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിന് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ വരുന്ന സീസണിൽ പണി പൂർത്തിയാക്കിയാലും കലൂർ സ്റ്റേഡിയത്തിലെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ഈ മത്സരത്തിന് വിട്ടുകൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല അല്ലേ ഇപ്പോൾ? അതുമായി ബന്ധപ്പെട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് GCയുടേക്ക് ഈ ബിഡ് 5 കമ്പനികളാണ് നിലവിൽ ബിഡ് സമർപ്പിച്ചിട്ടുള്ളത്. നവംബർ 5-ാം തീയതി ഈ ബിഡ് പുറത്തുവിടും. അതിനുശേഷം ISL തീയതി പ്രഖ്യാപിച്ചാലാകും GCയുടേക്ക് ഇത്തരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കത്ത് നൽകുക. ISL ഡേറ്റ് പ്രഖ്യാപിച്ചു, മത്സരങ്ങൾ ആരംഭിക്കാനാകുമോ എന്ന തരത്തിൽ കത്ത് നൽകും. ആ കത്തിന് മറുപടി ലഭിച്ച ശേഷമായിരിക്കും ഇതിലൊരു തീരുമാനം ബ്ലാസ്റ്റേഴ്സ് കൃത്യമായി എടുക്കുക. നിലവിൽ അത്തരമൊരു ആലോചനയാണ് ക്ലബിന്റെ മാനേജ്മെന്റ് നിലവിൽ എടുത്തിട്ടുള്ളത്. അഹമ്മദാബാദിലേക്കോ ഹൈദരാബാദിലേക്കോ, നിലവിൽ പഞ്ചാബ് FC അങ്ങനെയാണ് കളിക്കുന്നത്. അവർ പഞ്ചാബിലല്ല കളിക്കുന്നത്, അവർ മറ്റൊരു സംസ്ഥാനത്താണ് കളിക്കുന്നത്. അവിടെ നല്ല സ്റ്റേഡിയം ഇല്ലാത്തതിലാണ് അത്തരം കളിക്കുന്നത്. അങ്ങനെയൊരു നീക്കമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് പൂർണ്ണമായും കേരളം വിടാനല്ല, പക്ഷേ ഒരു സീസണിലേക്കെങ്കിലും മറ്റൊരു സംസ്ഥാനത്ത് മികച്ച സ്റ്റേഡിയത്തിൽ കളിക്കാനുള്ള തീരുമാനം, പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ സംബന്ധിച്ച് വലിയൊരു നിരാശ നൽകുന്ന തീരുമാനമായിരിക്കില്ലേ നിതിൻ? തീർച്ചയായിട്ടും താരങ്ങളെ സംബന്ധിച്ച് അത്തരത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറേണ്ടി വന്നാൽ അത് വലിയ തോതിൽ ടീമിന്റെ താരങ്ങൾക്കും ആരാധകർക്കും തിരിച്ചടിയായിരിക്കും. പ്രത്യേകിച്ച് വലിയ ഫാൻ ബേസ് ഉള്ള സ്റ്റേഡിയത്തിൽ ഈ വലിയ തോതിൽ ആരാധകരെത്തുന്ന ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അപ്പോൾ ഈ ആരാധകരുടെ ആവേശം, തീർച്ചയായും മഞ്ഞപ്പട അടക്കം ട്രാവലിംഗ് ഫാൻസ് ഉണ്ടെങ്കിൽ പോലും ഈ നിറഞ്ഞു കവിയുന്ന സ്റ്റേഡിയത്തിൽ കളിക്കുന്നതിന്റെ ഒരു ആവേശം അത് ആരാധകർക്കും അല്ലെങ്കിൽ ആ താരങ്ങൾക്കും അത് നഷ്ടമാകും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകേണ്ടി വന്നാൽ. ഏതായാലും നിലവിൽ ഈ ISLന്റെ തീയതി പ്രഖ്യാപിച്ചാലാകും GCയുടേക്ക് ഇത്തരത്തിൽ കത്ത് നൽകുക. GCയുടെ മറുപടി അനുസരിച്ചായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് പോകുക. ഈ നിലവിൽ അവിടുത്തെ
ഈ ബെർമുഡ ടൈപ്പ് ഗ്രാസുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഈ കൊച്ചി കല്ലൂർ സ്റ്റേഡിയത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് തന്നെ ആണ് കഴിഞ്ഞ 6 വർഷമായി അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റേഡിയത്തിന്റെ ഗ്രാസിലടക്കം നിലവിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ടണലടക്കം പൂർണ്ണമായും പൊളിച്ചു മാറ്റിയിട്ടുണ്ടെന്നാണ് ബ്ലാസ്റ്റേഴ്സ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അത്തരത്തിലൊരു തീരുമാനം, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് പണി പൂർത്തിയായില്ലെങ്കിൽ, ഈ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയില്ലെങ്കിൽ, പ്രത്യേകിച്ച് ടയർ 1 ലീഗാണ്, ഇന്ത്യയിലെ ടയർ 1 ലീഗാണ് ISL, ഇന്ത്യൻ സൂപ്പർ ലീഗ്. അപ്പോൾ ടയർ 1 ലീഗിൽ കൃത്യമായ ഒരു നിലവാരമില്ലാത്ത സ്റ്റേഡിയത്തിൽ കളിക്കാൻ AFF അനുമതി നൽകില്ല. അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ കളിയും അറ്റകുറ്റപ്പണി പൂർത്തിയായില്ലെങ്കിൽ കളി നടത്താൻ പറ്റില്ല. കോഴിക്കോട് സ്റ്റേഡിയത്തിന് അനുമതി ലഭിച്ചേക്കില്ല എന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ നിലവിൽ 2 സ്റ്റേഡിയങ്ങളാണ് പരിഗണനയിലുള്ളത്. അഹമ്മദാബാദിലും ഹൈദരാബാദിലും ഓരോ സ്റ്റേഡിയങ്ങൾ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് കണ്ടെത്തിയിട്ടുണ്ട്. മെസ്സിയുടെ സന്ദർശനവുമായി കണക്കിലെടുത്ത ഈ സ്റ്റേഡിയം, കലൂർ സ്റ്റേഡിയം SFKക്കോ മറ്റോ വിട്ടുകൊടുത്തിരിക്കില്ല. അവരുടെ ഒരു അണ്ടറിലാണോ ഇപ്പോൾ ഈ അറ്റകുറ്റപ്പണിയൊക്കെ നടന്നു വരുന്നത്?